പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, നാളെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ബെസ്റ്റ് വിഷസ്. നാളെ 2 ഘട്ടമായിട്ട് രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് 2 ഘട്ടം എക്സാമിനേഷൻ നടക്കുന്നത്. അതിനെല്ലാം പ്രയോജനം ചെയ്യുന്ന കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ന്യൂ SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് നന്നായിട്ട് കണ്ട് കേട്ട് ഈ ക്ലാസ് മനസ്സിലാക്കുക. നാളെ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. നമ്മൾ കുറേയധികം ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂസ് പോർഷനാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് മേൽമുണ്ട് സമരമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രക്ഷോഭമാണ് മേൽമുണ്ട് സമരം, അല്ലെങ്കിൽ ചാന്നാർ ലഹള, അതുമല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത്. 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിലാണ് മേൽമുണ്ട് സമരം എന്ന ചാന്നാർ ലഹള എന്ന മാറുമറയ്ക്കൽ സമരം നടന്നത്. തിരുവിതാംകൂറിലാണ്. ഈ സമരത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജാതീയമായ നിയന്ത്രണം. അതായത് അക്കാലത്തെ ജാതി വ്യവസ്ഥ അനുസരിച്ച് ബ്രാഹ്മണർ ഒഴികെയുള്ള താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ചാന്നാർ അല്ലെങ്കിൽ നാടാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് സവർണ സ്ത്രീകളെ പോലെ മേൽമുണ്ട് ധരിക്കാനായിട്ട് അനുവാദമില്ലായിരുന്നു. അതുപോലെ തന്നെ മതം മാറ്റങ്ങളും ക്രൈസ്തവ മിഷണറിമാരുടെ സ്വാധീനത്താൽ ചാന്നാർ സമുദായത്തിലെ പലരും ക്രിസ്തുമതം സ്വീകരിക്കുകയും അവർ കുപ്പായം, അതായത് ബ്ലൗസ് ധരിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ അതിനു മുകളിൽ സവർണരെ പോലെ മേൽമുണ്ട് ധരിക്കുന്നത് ഉയർന്ന ജാതിക്കാർ എതിർത്തതോടെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. 1822 ഈ സമരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് പഠിച്ചതാണ്. ഈ ചാപ്റ്ററിൽ തന്നെ നവോത്ഥാന നായകരെ കുറിച്ച് നാളെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 10ഓളം ക്വസ്റ്റ്യൻസ് ആണ് കേരള നവോത്ഥാനവുമായിട്ടൊക്കെ ഉണ്ടാവുക, അതുപോലെ ഇന്ത്യൻ നവോത്ഥാനവും. അതുകൊണ്ട് നവോത്ഥാന നായകരെ കുറിച്ച് പഠിച്ചിരിക്കണം. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിലാണ് 1822 ഓർത്തിരിക്കണം, 1822 വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിലാണ് 1ാം ഘട്ട സമരം ആരംഭിച്ചത്. മേൽമുണ്ട് സമരം 1ാം ഘട്ട സമരം 1822 ആരംഭിച്ചത് വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിലാണ്. മേൽമുണ്ട് ധരിച്ചെത്തിയ ചാന്നാർ സ്ത്രീകളെ സവർണർ ആക്രമിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയൊക്കെ ചെയ്തു. 2ാം ഘട്ടം ആരംഭിക്കുന്നത് 1828 ആ 1828 കൂടുതൽ പ്രക്ഷോഭങ്ങൾ നടക്കുകയും റൗക്കയ്ക്ക് മുകളിൽ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനായി ഈ ഘട്ടത്തിൽ ശക്തമായ വാദമൊക്കെ ഉയർന്നു. അവസാന ഘട്ടം എന്ന് പറയുന്നത് 1858-1859 കാലയളവിലാണ്. ഈ മേൽമുണ്ട് സമരം അക്രമാസക്തമായ കലാപമായി മാറി. സ്കൂളുകളും ചന്തകളും ഒക്കെ ആക്രമിക്കപ്പെട്ടു. ചാന്നാർ സമുദായത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ഈ സമരത്തില് പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കില് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട്, ഓർത്തിരിക്കണം ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മേൽമുണ്ട് സമരത്തോടനുബന്ധിച്ച് എല്ലാ മതത്തിലുള്ള ചാന്നാട്ടികളും കട്ടശീല കൊണ്ട് ഉടുത്തു കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റ് ഏത് വിധത്തിലെങ്കിലും മാറുമറച്ചു കൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധം ഇല്ലായ്കയെ കൊണ്ട് വിവരം സകലമാന പേരും അറിഞ്ഞു നടന്നുകൊള്ളുകയും വേണം. ഇത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ്. 1859 ഓർത്തിരിക്കണം ഈ പ്രഖ്യാപനം. അപ്പൊ മേൽമുണ്ട് സമരത്തിന്റെ വിജയത്തില് റോയൽ പ്രഖ്യാപനം എന്നറിയപ്പെടും. ഈ റോയൽ പ്രഖ്യാപനം നടക്കുന്നത് 1859 1859. നീണ്ട സമരത്തിനൊടുവിൽ 1859 ജൂലൈ 26 തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാന്നാർ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവിറക്കുകയാണ് ചെയ്തത്. ആരായിരുന്നു? 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഓർത്തിരിക്കണം, ഇതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് മേൽമുണ്ട് സമരത്തിന്. എന്തൊക്കെയാണ്? കേരളത്തിൽ നടന്ന ആദ്യത്തെ മനുഷ്യാവകാശ അതല്ലെങ്കിൽ സാമൂഹിക പ്രക്ഷോഭമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഏത്?
മേൽമുണ്ട് സമരം. അങ്ങനെയും ചോദിക്കാം. കേരളത്തിൽ നടന്ന ആദ്യത്തെ മനുഷ്യാവകാശ സാമൂഹ്യ പ്രക്ഷോഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേൽമുണ്ട് സമരമാണ്. ഇത് SCRT ടെക്സ്റ്റ് ബുക്കിൽ ഈ തീയതി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരുടെ ആത്മാഭിമാനവും അവകാശങ്ങളും വീണ്ടെടുക്കാൻ മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം വലിയ പങ്ക് വഹിച്ചു. ഇതേ കാലയളവിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ കായംകുളത്ത് മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിനായി പോരാട്ടങ്ങള് നടന്നിട്ടുണ്ട്. അതും അറിഞ്ഞിരിക്കണം. അപ്പോൾ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മേൽമുണ്ട് സമരം നടന്ന ഏത് നൂറ്റാണ്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിലാണ്. 1800 ആണല്ലോ, 19-ാം നൂറ്റാണ്ടിലാണ്. ചാന്നാർ ലഹള നടന്ന പ്രദേശം ഏത് നാട്ടുരാജ്യത്തിന്റെ കീഴിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ കീഴിലാണ്. അതുപോലെ തന്നെ ചാന്നാർ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? നമ്മളിപ്പോൾ പഠിച്ചു, ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഈ വിളംബരം പുറപ്പെടുവിച്ച വർഷം, അതായത് നമ്മൾ പഠിച്ചു 1859 ജൂലൈ 26-നാണ്. മാറുമറയ്ക്കൽ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്രിട്ടീഷ് റെസിഡന്റ് പറഞ്ഞൊരു വാക്കുണ്ട്, അനന്തപുരിയിലെ തെരുവുകളിലൂടെ ചാന്നാർ സ്ത്രീകൾ തോൾ തുണിയിട്ട് നടക്കട്ടെ എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് റെസിഡന്റ് ആരാ? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കേണൽ മൺറോയാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്. എന്താണ്? അനന്തപുരിയിലെ തെരുവുകളിലൂടെ, തിരുവനന്തപുരം അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ അനന്തപുരി എന്നറിയപ്പെടാറുണ്ടല്ലേ. അനന്തപുരിയിലെ തെരുവുകളിലൂടെ ചാന്നാർ സ്ത്രീകൾ തോൾ തുണിയിട്ട് നടക്കട്ടെ എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് റെസിഡന്റ് ആണ് ആര്? കേണൽ മൺറോയാണ്. ഇനി അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ചാന്നാർ ലഹളയ്ക്ക് സമാനമായി മധ്യ തിരുവിതാംകൂറിൽ, അതായത് കായംകുളത്ത് മാറുമറയ്ക്കൽ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ അച്ചിപ്പുടവ സമരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആറാട്ടുപുഴ വേലായുധ പണിക്കർ മാറുമറയ്ക്കൽ സമരം നയിച്ച വർഷം ഏതാണ്? ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ 1859 നടത്തിയ മാറുമറയ്ക്കൽ സമരത്തെയാണ് എന്തറിയപ്പെടുന്നത്? അച്ചിപ്പുടവ സമരം എന്നും അറിയപ്പെടുന്നത്. അടുത്തത്, മേൽമുണ്ട് സമരകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം എന്തെഴുതും? ടി മാധവറാവു ആയിരുന്നു. മേൽമുണ്ട് സമരകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ടി മാധവറാവു. അടുത്തത്, ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മദ്രാസ് ഗവർണർ തിരുവിതാംകൂർ സർക്കാരിന് അയച്ച കത്തിൽ ഒപ്പിട്ടത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരിസ് പ്രഭു ആണ്. ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മദ്രാസ് ഗവർണർ തിരുവിതാംകൂർ സർക്കാരിന് അയച്ച കത്തിൽ ഒപ്പിട്ടത് ഹാരിസ് പ്രഭു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ ആകെ 603 ദിവസങ്ങൾ. ഓർത്തിരിക്കണം, ആകെ 603 ദിവസങ്ങളാണ്. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ ആകെ 603 ദിവസങ്ങൾ. എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്ന. ഈ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി തന്ന ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ. ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച ഒന്നായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് തന്നെ മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലൂടെയാണ്. അതും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 1925 നവംബർ 23-നാണ് ക്ഷേത്രത്തിന്റെ 3 വശങ്ങൾ കൂടിയുള്ള റോഡുകളിലൂടെ മറ്റുള്ളവർക്കും നടക്കാനായിട്ട് അനുമതിയൊക്കെ ലഭിക്കുന്നത്. ഓർത്തിരിക്കണം. അപ്പോൾ 603 ദിവസങ്ങളാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതാരാണ്? കെ പി കേശവ മേനോനാണ്. ഓർത്തിരിക്കണം. വൈക്കം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതാരാടെ? കെ പി കേശവ മേനോൻ.
ആദ്യ ദിവസം വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസം അറസ്റ്റ് വരിച്ച 3 സത്യാഗ്രഹികൾ ആരൊക്കെ? അത് അറിഞ്ഞിരിക്കണം. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസം അറസ്റ്റ് വരിച്ച 3 സത്യാഗ്രഹികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തിന് ആധാരമായ പ്രമേയം കോൺഗ്രസ് പാസാക്കിയത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1923 കോൺഗ്രസിന്റെ കാക്കിനാട സമ്മേളനത്തിലാണ്. എക്സാമിന് ചോദിക്കാറുണ്ട്. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ TK മാധവന്റെ ശ്രമഫലമായിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തിന് ആധാരമായ പ്രമേയം കോൺഗ്രസ് പാസാക്കിയത്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വൈക്കത്ത് സന്ദർശനം നടത്തിയ ദേശീയ നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നിങ്ങൾക്കറിയാം, നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. 1925 1925 മാർച്ചിലാണ് അദ്ദേഹം എന്ത് ചെയ്ത് സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വൈക്കത്ത് സന്ദർശനം നടത്തിയത്. മഹാത്മാഗാന്ധിയും തിരുവിതാംകൂർ ഭരണാധികാരിയും തമ്മിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കലയിലെ ശിവഗിരിയിൽ വെച്ച് മഹാറാണി സേതുലക്ഷ്മി ബായിയുമായിട്ടാണ് മഹാത്മാഗാന്ധിയും കൂടിക്കാഴ്ച നടന്നത്. മഹാത്മാഗാന്ധിയും തിരുവിതാംകൂർ ഭരണാധികാരിയായ മഹാറാണി സേതുലക്ഷ്മി ബായിയുമായിട്ടാണ് വർക്കലയിൽ വെച്ചിട്ടാണ് കൂടിക്കാഴ്ച നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1924 ഒക്ടോബറിലാണ് വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എക്സാമിന് സ്ഥിരം സാന്നിധ്യമാണ് ഈ ക്വസ്റ്റിനൊക്കെ. സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. സവർണ ജാഥയ്ക്ക് തിരുവനന്തപുരത്ത് സ്വീകരണം നൽകിയതിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ് സവർണ ജാഥയ്ക്ക് തിരുവനന്തപുരത്ത് സ്വീകരണം നൽകിയതിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി തമിഴ്നാട്ടിൽ നിന്നും എത്തി അറസ്റ്റ് വരിക്കുകയും വൈക്കം വീരൻ എന്നറിയപ്പെടുകയും ചെയ്ത നേതാവ് നിങ്ങളറിയാം. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. EV രാമസ്വാമി നായ്ക്കർ. പെരിയാർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറാണ് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി തമിഴ്നാട്ടിൽ നിന്ന് എത്തി അറസ്റ്റ് വരിക്കുകയും വൈക്കം വീരൻ എന്ന് അറിയപ്പെടുകയും ചെയ്ത നേതാവ്. സത്യാഗ്രഹികൾക്കായി സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി ധർമ്മശാല, അതായത് അടുക്കള ആരംഭിച്ച് പഞ്ചാബിൽ നിന്നുള്ള വിഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഖ് വിഭാഗമായിട്ടുള്ള അകാലികളാണ്. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അകാലികളാണ് സൗജന്യമായി ഭക്ഷണം നൽകിയത്. സത്യാഗ്രഹ കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി ആരായിരുന്നു? മഹാറാണി സേതുലക്ഷ്മി ബായി ആയിരുന്നു. റീജന്റ് ഭരണമായിരുന്നു മഹാറാണി സേതുലക്ഷ്മി ബായി. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതെന്ന് ചോദിക്കും. 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയൊഴികെ മറ്റു 3 വഴികളും എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കണം അല്ലേ? അപ്പോൾ ഈ ഗുരുവായൂർ സത്യാഗ്രഹം, അതിനോടൊപ്പം തന്നെ ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് യങ് ഇന്ത്യയില് മഹാത്മാഗാന്ധിയുടെ പത്രമാണ് യങ് ഇന്ത്യ. ആ യങ് ഇന്ത്യയില് മഹാത്മാഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ട്? വൈക്കം സത്യാഗ്രഹത്തിന് വലിയ ദേശീയ ശ്രദ്ധ നേടിക്കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനും പങ്കുണ്ട്. ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു? സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും തന്റെ വെല്ലൂർ മഠം സത്യാഗ്രഹികൾക്ക് ക്യാമ്പ് ഓഫീസായി വിട്ടു നൽകുകയും ചെയ്തത് ആരാണെന്നൊക്കെ ചോദിക്കാം. ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ അദ്ദേഹം സത്യാഗ്രഹ നിധിയിലേക്ക് അന്ന് 1000 രൂപ സംഭാവന നൽകുകയും ചെയ്തു. ഇനി മറ്റൊന്നാണ് എക്സാമിന് ചോദിക്കുന്ന ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലയളവിൽ. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് KPCC നിയോഗിച്ച ലീഡർ ആരായിരുന്നു? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ച ലീഡറാണ് K. കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K. കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നിയോഗിച്ച ലീഡർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ തിരിഞ്ഞു പോകരുത് AKG ആണ്. AK ഗോപാലനാണ്. K. കേളപ്പൻ ലീഡറും അതുപോലെ തന്നെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. ഓർത്തിരിക്കണം. ക്ഷേത്രനടയിൽ വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റ AKGയെ കുറിച്ച് ആ കരിങ്കൽ ചുമരുകൾക്കിടയിൽ ഒരു ചോരച്ചാലൊഴുകി എന്ന് കുറിച്ച പത്രം ഏത്? എക്സാമിന് അതും ചോദിക്കാം. ഇങ്ങനെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരാം. ക്ഷേത്രനടയിൽ വെച്ച് അപ്പോൾ അന്ന് സമരത്തിനിടയ്ക്ക് AKGക്ക് വോളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലന്
മർദ്ദനമേൽക്കുന്നുണ്ട്. അപ്പോൾ ആ മർദ്ദനമേറ്റ AKG കുറിച്ച് ആ കരിങ്കൽ ചുമരുകൾക്കിടയിൽ ഒരു ചോരച്ചാൽ ഒഴുകി എന്ന് കുറിച്ച പത്രം ഏത്? മാതൃഭൂമിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആമ്രപാലി തിയേറ്ററിന് മുന്നിൽ വെച്ച് മർദ്ദനമേറ്റ പ്രമുഖ കോൺഗ്രസ് നേതാവ് പി കൃഷ്ണപിള്ളയാണ്. ഈ പി കൃഷ്ണപിള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായി മാറുന്നുണ്ട്. അതും അറിഞ്ഞിരിക്കണം. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആമ്രപാലി തിയേറ്ററിന് മുന്നിൽ വെച്ച് മർദ്ദനമേറ്റ പ്രമുഖ കോൺഗ്രസ് നേതാവാണ് ആരുടെ? പി കൃഷ്ണപിള്ള. നമ്മൾ പറഞ്ഞു സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലിനെയും പി കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിക്കുകയും കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണയുമായി എത്തിയത്. ഈ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിനായി കേളപ്പൻ നിരാഹാര സമരം ആരംഭിച്ചത് എന്നെന്നും കൂടി ചോദിക്കും. 1932 സെപ്റ്റംബർ 21 മഹാത്മാഗാന്ധിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഒക്ടോബർ 2 നിരാഹാരം അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ 1932 സെപ്റ്റംബർ 21 ക്ഷേത്രപ്രവേശനത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കേളപ്പൻ എന്ത് ചെയ്തു? നിരാഹാരം ആരംഭിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു പൊന്നാനിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ജാഥ നയിച്ചത് ആരെന്ന് ചോദിക്കും. സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഇമ്പോർട്ടന്റ് ആണ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പൊന്നാനിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ജാഥ നയിച്ചത്. പാടുന്ന പടയാളി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. പാടുന്ന പടയാളി എന്നറിയപ്പെടുന്ന ആളാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂരിൽ സവർണർക്കും അവർണർക്കും ഇടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ എത്ര ശതമാനം ആളുകളാണ് ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 77% ആൾക്കാരാണ് ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചത്. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ഷേത്രപ്രവേശന വിളംബരമുണ്ട്. ഇതല്ല, 1936 ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഓക്കെ, ഇനി അതാണ് നമ്മൾ 1936 മിറക്കിൾ ഓഫ് മോഡേൺ ടൈംസ്. 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 ആ തീയതി ചോദിക്കാറുണ്ടതാണ്. പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുകയും ഈ സംഭവത്തെയാണ് ഗാന്ധിജി, ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിളിച്ചത്. എന്തിനാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പാലിയം സത്യാഗ്രഹത്തെ കുറിച്ചാണ് അടുത്തത് പഠിക്കുന്നത്. ഇതൊക്കെ എക്സാമിന് ചോദിക്കും. നാളെ എക്സാമിന് എഴുതുന്നവർ ഇതൊക്കെ തീർച്ചയായിട്ടും കണ്ടിട്ട് പോകണം. അപ്പോൾ പാലിയം സത്യാഗ്രഹം എന്താണ്? ഐത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 കാലയളവിലെ പാലിയം സത്യാഗ്രഹം. കേരളത്തിലെ ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ പ്രധാന കണിയാണ് എന്ത്? പാലിയം സത്യാഗ്രഹം. കൊച്ചി രാജ്യത്തെ പ്രമുഖ സാമന്ത കുടുംബമായ പാലിയം കുടുംബത്തിന്റെ വീടിന് മുന്നിലുള്ള പൊതുവഴിയിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ചോദിക്കും. 1947-48. ഡിസംബർ 4 ആരംഭിച്ച് 110 ദിവസത്തോളം നീണ്ടു നിന്നാണ്. പാലിയം സത്യാഗ്രഹം നടന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലമാണ്. അറിഞ്ഞിരിക്കണം, എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലം. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? പാലിയം കൊട്ടാരത്തിന് മുന്നിലുള്ള പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? സി അച്യുതമേനോൻ, KT അച്യുതൻ, E ഗോപാലകൃഷ്ണ മേനോൻ. ഒരിക്കൽ കൂടി, പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു? സി അച്യുതമേനോൻ, KT അച്യുതൻ, E ഗോപാലകൃഷ്ണ മേനോൻ. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. E.G. വേലായുധനാണ്. എക്സാമിന് ചോദിക്കും. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച
നവോത്ഥാന നായകനാണ് AG വേലായുധൻ. 1948 മാർച്ച് 5 നടന്ന പോലീസ് ലാത്തിച്ചാർജിലാണ് AG വേലായുധൻ കൊല്ലപ്പെടുന്നത്. പാലിയം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സത്യാഗ്രഹ പന്തൽ സന്ദർശിച്ച പ്രമുഖ ദേശീയ നേതാവ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഡോക്ടർ BR അംബേദ്കർ ആണ് പാലിയം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സത്യാഗ്രഹ പന്തൽ സന്ദർശിച്ച പ്രമുഖ ദേശീയ നേതാവ്. പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പാലിയം കുടുംബത്തിലെ സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങി ജാഥ നയിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയ പ്രമുഖ വനിതയാണ് പാലിയത്ത് കുഞ്ഞി ലക്ഷ്മിക്കുട്ടിയമ്മ. പാലിയത്ത് കുഞ്ഞി ലക്ഷ്മിക്കുട്ടിയമ്മയാണ് സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പാലിയം കുടുംബത്തിലെ സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങി ജാഥ നയിച്ചിരുന്നു. അതിന് നേതൃത്വം നൽകിയ പ്രമുഖ വനിതയാണ് പാലിയത്ത് കുഞ്ഞി ലക്ഷ്മിക്കുട്ടിയമ്മ. സത്യാഗ്രഹത്തിന്റെ ഫലമായിട്ട് കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും താഴ്ന്ന ജാതിക്കാർക്ക് തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച കൊച്ചി രാജാവ് എക്സാമിന് ചോദിക്കും. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന പരീക്ഷിത്ത് തമ്പുരാനാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന പരീക്ഷിത്ത് തമ്പുരാൻ 1947 ഡിസംബർ 20 വിളംബരത്തോടു കൂടിയാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ ഫലമായി കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും താഴ്ന്ന ജാതിക്കാർക്കായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച കൊച്ചി രാജാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷിത്ത് തമ്പുരാൻ അഥവാ ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന പരീക്ഷിത്ത് തമ്പുരാനാണ്. 1947 ഡിസംബർ 20 വിളംബരമാണത്. ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള ഫാക്ട്സ് ഒക്കെ അറിഞ്ഞിരിക്കണം, റയറായിട്ടുള്ള ഫാക്ട്സ് ആണ്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തളിക്ഷേത്ര സത്യാഗ്രഹം, അതുപോലെ തന്നെ ചെറുശ്ശേരി സത്യാഗ്രഹം, അതും കൂടിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുക്കാനും ക്ഷേത്രപ്രവേശനത്തിനുമായി നടന്ന സമരമാണ് 1947 തളിക്ഷേത്ര സത്യാഗ്രഹം. അപ്പോൾ തളിക്ഷേത്ര സത്യാഗ്രഹം നടന്ന വർഷം അറിഞ്ഞിരിക്കണം. 1947 മെയ് മാസത്തിലാണ് ആരംഭിച്ചത്. തളിക്ഷേത്ര സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനാണ്. തളിക്ഷേത്ര സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AV കുട്ടൻമാളു അമ്മയാണ് തളിക്ഷേത്ര സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നത്. തളിക്ഷേത്ര സമരത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അയിത്ത ജാതിക്കാർക്ക് തളിക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും നേടിയെടുക്കുക എന്നുള്ളതാണ്. തളിക്ഷേത്ര സമരത്തിന് വലിയ പിന്തുണ നൽകിയ പ്രമുഖ പത്രം ഏതാണ്? എക്സാമിന് ചോദിക്കാം. മാതൃഭൂമിയാണ് തളിക്ഷേത്ര സമരത്തിന് വലിയ പിന്തുണ നൽകിയ പ്രമുഖ പത്രം. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെറുശ്ശേരി സത്യാഗ്രഹം, അതല്ലെങ്കിൽ ചെറുതാഴം സത്യാഗ്രഹം എന്നൊക്കെ ചോദിക്കും. കേട്ടിട്ടുണ്ടോ? കണ്ണൂർ ജില്ലയിലെ ചെറുശ്ശേരി ശ്രീ രാഘവപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താഴ്ന്ന ജാതിക്കാരുടെ അവകാശങ്ങൾക്കായി നടന്ന സമരമാണ് ചെറുശ്ശേരി സത്യാഗ്രഹം എന്ന് പറയുന്നത്. ചെറുശ്ശേരി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നായകൻ ആരാണ്? കേട്ടിട്ടുണ്ടോ? KPR ഗോപാലനാണ് ചെറുശ്ശേരി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നായകൻ. ചെറുശ്ശേരി സത്യാഗ്രഹം പ്രധാനമായി ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് നടന്നത്? അയിത്ത ജാതിക്കാർക്ക് ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിലൂടെ തടസ്സമില്ലാതെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്നതാണ് ചെറുശ്ശേരി സത്യാഗ്രഹം. ചെറുശ്ശേരി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നായകൻ KPR ഗോപാലൻ. ചെറുശ്ശേരി സമരത്തിന്റെ അല്ലെങ്കിൽ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി അറസ്റ്റ് വരിക്കുകയും മലബാറിലെ കർഷക പ്രസ്ഥാനങ്ങൾ സജീവ പങ്കുവഹിക്കുകയും ചെയ്ത നേതാവാണ് KPR ഗോപാലൻ. കേരളത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ് ആര്? KPR ഗോപാലൻ. ഓക്കെ അല്ലേ? ഇനി നമ്മള് ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 90-ാം ആണ്ട് ലഹള അഥവാ ഊരൂട്ടമ്പലം ലഹള അല്ലേ? 1915 ഇത് നടക്കുന്നത്. 90-ാം ആണ്ട് ലഹള അഥവാ ഊരൂട്ടമ്പലം ലഹള. താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിച്ചതിനെതിരെ നടന്ന അതിശക്തമായിട്ടുള്ള സമരമാണ് 1915. അതായത് കൊല്ലവർഷം 1990 നടന്നതിനാലാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? 90-ാം ആണ്ട് ലഹള എന്ന് വിളിക്കുന്നത്. അപ്പോൾ താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിച്ചതിനെതിരെ നടന്ന അതിശക്തമായ സമരമാണ് 90-ാം ആണ്ട് ലഹള അഥവാ
1915 ഊരുട്ടമ്പലം ലഹള. ഊരുട്ടമ്പലം ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ നിങ്ങൾക്കറിയാം, മഹാത്മാ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ച പ്രമുഖ ദളിത് പെൺകുട്ടി ആരാണ്? പഞ്ചമിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചമിയെ സ്കൂളിൽ ചേർത്തതിൽ പ്രതിഷേധിച്ച് ഉയർന്ന ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണെന്ന് നിങ്ങൾക്കറിയാം. ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. സ്കൂൾ പ്രവേശന സമരത്തിന് പിന്നാലെ അയ്യങ്കാളി നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം എന്തായിരുന്നു? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തന്നില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല. കേരളത്തിലെ ആദ്യത്തെ കർഷക പണിമുടക്കായിരുന്നു അത്. ക്ഷേത്രപ്രവേശന വിളംബരം നമ്മൾ 1936 നവംബർ 12, അതായത് ശ്രീ ചിത്രതിരുനാൾ രാജാവിന്റെ 24ാം ജന്മദിനത്തിലാണ് നടക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ കരട് അഥവാ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുത മിറക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചതാര്? മഹാത്മാഗാന്ധിയാണ്. നമ്മൾ പഠിച്ചതാണ്. ഇനി അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ഉണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയാണ്. ഓക്കെ അല്ലേ? തിരുവാർപ്പ് സമരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുവാർപ്പ് സമരം കേരളത്തിലെ ആദ്യത്തെ വ്യവസായ തൊഴിലാളി പ്രക്ഷോഭങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സമരമാണ് തിരുവാർപ്പ് സമരം. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പിൽ കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ജാതിക്കാരായ ജന്മികളും കർഷക തൊഴിലാളികളും തമ്മിലാണ് ഈ സമരം നടന്നത്. തിരുവാർപ്പ് സമരം നടന്ന വർഷം 1946 ആണ്. 1946 ജൂൺ മാസത്തിലാണ് തിരുവാർപ്പ് സമരം ആരംഭിച്ചത്. തിരുവാർപ്പ് സമരം നടന്ന സ്ഥലം കോട്ടയം ജില്ലയാണ്. ഈ തിരുവാർപ്പ് സമരത്തിന്റെ പ്രധാന ലക്ഷ്യം കർഷക തൊഴിലാളികൾക്ക് ന്യായമായ കൂലിയും ജോലി സ്ഥിരതയും ഉറപ്പാക്കുക. തിരുവാർപ്പ് സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി നേതാവ് അറിഞ്ഞിരിക്കണം, CG സദാശിവനായിരുന്നു. ഈ CG സദാശിവനാണ് കേരളത്തിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായി അറിയപ്പെടുന്നത്. തിരുവാർപ്പ് സമരകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ സർ CP രാമസ്വാമി അയ്യറാണ്. പുന്നപ്ര വയലാർ സമരത്തിന് തൊട്ടു മുമ്പ് മധ്യ തിരുവിതാംകൂറിലെ തൊഴിലാളികളെ ആവേശം കൊള്ളിച്ച പ്രധാന പ്രാദേശിക സമരമായിരുന്നു ഈ തിരുവാർപ്പ് സമരം എന്ന് പറയുന്ന 1946 സമരം. അപ്പോൾ കൂട്ടുകാരെ, നാളത്തെ എക്സാമിന് ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. നിങ്ങൾ നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ടുമാറോസ് എക്സാമിനേഷൻ. അതുപോലെ തന്നെ ഓഗസ്റ്റ് 1 എക്സാമിനേഷൻ എഴുതുന്നവർക്കും ഇത് പ്രയോജനം ചെയ്യും. ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് ഇനിയും ഉണ്ടാവും. നമ്മൾ കുറേയധികം വ്യത്യസ്ത ഫാക്ട്സ് ഒക്കെ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.